ഹലോ മക്കളെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് 10ാം ക്ലാസ് മാത്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അരിത്തമെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണിയാണ്. അപ്പോൾ നമുക്കറിയാം ഈ ചാപ്റ്ററിൻ്റെ ബാക്കി തന്നെയാണ് നമുക്ക് തേർഡ് ചാപ്റ്ററായിട്ട് മൂന്നാമത്തെ ചാപ്റ്ററായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് കിടക്കാം, സമാന്തര ശ്രേണി അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പോൾ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഈ ചാപ്റ്റർ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതിന് മുമ്പ് ചെറിയ കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഒന്ന് എന്താണ് സമാന്തര ശ്രേണി, എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ് ഒക്കെ അറിയുന്നതാണ്. അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഞാൻ അവിടെ എഴുതുകയാണ്. ഇപ്പോൾ ഒരു 3, 5, 7 എക്സെട്ര ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്, ഇതൊരു സമാന്തര ശ്രേണിയാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണ്. ഇതൊന്ന് പറഞ്ഞേ. 8, 6, 4, 2 എക്സെട്ര അല്ലേ. ഇതൊരു സമാന്തര ശ്രേണിയാണോ, ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? ഉറപ്പായിട്ടും ആണ് അല്ലേ. എന്തുകൊണ്ടാണ് അത് അരിത്തമെറ്റിക് സീക്വൻസ് ആയിട്ട് സമാന്തര ശ്രേണി ആയത്? നോക്ക്, ഇത് 2 കുറഞ്ഞിങ്ങനെ വന്നതാണ് അല്ലേ. അപ്പോൾ ഇതിൽ കോമൺ ഡിഫറൻസ് എത്രയാണ്? ഇതിൽ പൊതുവ്യത്യാസം എത്രയാണ്? ഇതിൻ്റെ കോമൺ ഡിഫറൻസ്, ഇതിൻ്റെ പൊതുവ്യത്യാസം എന്നുള്ളത് എത്രയാണ്? -2 ആണ് അല്ലേ. കുറഞ്ഞു പോവുക. അതായത് -2 ആഡ് ചെയ്ത് എഴുതിയതാണ്. -2 ആഡ് ചെയ്ത് കൂട്ടി എഴുതിയതാണ്. അപ്പോൾ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം എന്നുള്ളത് -2 ആണ്. ഓക്കെ, ദെൻ അടുത്തൊന്നുകൂടെ പറയട്ടെ. ഇപ്പോൾ ഈ അരിത്തമെറ്റിക് സീക്വൻസ് ഇപ്പോൾ ഒരു 5, 8, 11 എക്സെട്ര ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്, ഒരു സമാന്തര ശ്രേണിയാണ്. നമുക്ക് ഇതിലെ 10ാമത്തെ പദം കണ്ടെത്തണം. 10th ടേം 10ാമത്തെ പദം കണ്ടുപിടിക്കണം അല്ലേ. എങ്ങനെയായിരിക്കും 10ാമത്തെ പദം കണ്ടുപിടിക്കുക? ഈ 3 ടേംസും ഈ 3 പദങ്ങളും വെച്ചിട്ട് 10th ടേം 10ാമത്തെ പദം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. എങ്ങനെയത്? ഇപ്പോൾ ഫസ്റ്റ് ടേം വെച്ചിട്ടാണെങ്കിൽ 10th ടേം 10ാമത്തെ പദം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? അതിക്ക് 1ാമത്തെ പദത്തിൽ കൂടെ ഫസ്റ്റ് ടേം കൂടെ 9t ആഡ് ചെയ്ത് കൊടുക്കുക, 9t കൂട്ടി കൊടുക്കുക. അങ്ങനെയല്ലേ. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1ാമത്തെ പദം എന്ന് പറയുന്നത് 5 ആണ്. 5 + 9 ഇൻറ്റു ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എത്രയാണ്? പൊതുവ്യത്യാസം എത്രയാണ്? 3 ആണ് ആണല്ലോ. ദാറ്റ്സ് ഈക്വൽ ടു 5 + 9 ഇൻറ്റു 3 അല്ലേ. 9 ഇൻറ്റു 3 27. ആ 27ക്ക് എത്ര കൂട്ടുക? 5 കൂട്ടുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 32 എന്ന് കിട്ടും അല്ലേ. ഇതേ 32 തന്നെ ബാക്കിയുള്ളൊക്കെ വെച്ചിട്ട് ചെയ്യാം അല്ലേ. നമുക്കിതിൽ തേർഡ് ടേം വെച്ചിട്ട് ചെയ്യാണ്. 10ാമത്തെ പദം നമ്മൾ തേർഡ് ടേം 3ാമത്തെ പദം വെച്ചിട്ട് ചെയ്യാണ്. ഈ 3ാമത്തെ പദത്തിൽ കൂടെ തേർഡ് ടേമിൽ കൂടെ എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ്, എത്ര പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടുമ്പോഴാണ് 10ാമത്തെ പദം കിട്ടുക? എത്ര പ്രാവശ്യം കൂട്ടണം? 7d കൂട്ടണം അല്ലേ. 7 പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തേർഡ് ടേം 3ാമത്തെ പദം എന്നുള്ളത് ഇതിൽ എത്രയാ? 11 ആണ്. +7 ഇൻറ്റു എത്ര? ഇതിൻ്റെ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം 3 ആണ്. ഈക്വൽ ടു 11 + 7 ഇൻറ്റു 3 എത്രയാ? 21ക്ക് 11 കൂട്ടുക, എത്ര കിട്ടുക? 32. ഓക്കെ, കാരണം നമുക്ക് അടുത്ത് ചോദ്യം ചെയ്യുന്നതിന് ഇതൊക്കെ ആവശ്യമുണ്ട്. ഓക്കെ അല്ലേ. അടുത്ത് പറയട്ടെ. ശ്രദ്ധിച്ചോളൂ. ഇപ്പോൾ ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ ഈ സമാന്തര ശ്രേണിയിലെ ഒരു പദമാണോ ഒരു ടേം ആണോ 20 അല്ലെങ്കിൽ 21? ഇതിലൊരു ടേം ആണോ ഒരു പദമാണോ 21 എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യണം. ഓക്കെ, 2 രീതി ചെയ്യാം. നമുക്കിതിങ്ങനെ ചെയ്യാം. 21 നിന്ന് ഈ ഫസ്റ്റ് ടേം ആയിട്ടുള്ള 5 മൈനസ് ചെയ്യുക. എന്നിട്ട് ഇതിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുക. എത്ര ഇതിൻ്റെ കോമൺ ഡിഫറൻസ്? പൊതുവ്യത്യാസം 3 ആണ്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ. ഇത് ഡിവൈഡ് ചെയ്യാൻ പറ്റിയോ എന്ന് നോക്കിയാൽ മതി. 21 5 മൈനസ് ചെയ്യുക, 21 5 മൈനസ് ചെയ്യുക അല്ലേ. അപ്പോൾ 21 5 മൈനസ് ചെയ്യുമ്പോൾ 16 എന്ന് കിട്ടും. ഈ 16നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ. അതുകൊണ്ട് ഈ 21 ഇതിലെ പദമല്ല. ഇനി ഡിവൈഡ് ചെയ്യാൻ പറ്റിയാൽ അത് എത്രാമത്തെ ടേമാണ്, എത്രാമത്തെ പദമാണ് ചോദിക്കുകയാണെങ്കിൽ അതിക്ക് 1 കൂട്ടി കൊടുത്താൽ മതി. ഈ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ഈ ഹരിച്ച് കിട്ടുന്ന ആൻസർ കൂടെ എത്ര കൂട്ടിയാൽ മതി? 1 കൂട്ടിയാൽ അത് എത്രാമത്തെ ടേമാണ്, എത്രാമത്തെ പദമാണെന്നുള്ളത് കിട്ടും.
പറഞ്ഞ മനസ്സിലായോ? ഓക്കെ, ഇനി മറ്റൊരു മെത്തേഡും കൂടിയുണ്ട്, അതും കൂടെ ജസ്റ്റ് ഒന്ന് പറയാം. ഒന്ന് ഈ മെത്തേഡ് ഓർത്ത് വയ്ക്കുക. രണ്ടാമത്തത്, ഈ 5നെ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുകയാണ്. ഇതിൻ്റെ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം എന്നുള്ളത് 3ആണ്. 5നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 5ൽ 3 1 അല്ലേ? ഒരു 3 3 അല്ലേ? മൈനസ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയാ? ശിഷ്ടം എത്രയാ? 2. ഈ അരിത്തമെറ്റിക് സീക്വൻസിന് ഈ സമാന ശ്രേണിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അതിൽ എല്ലാ പദത്തിനെയും കോമൺ ഡിഫറൻസ് കൊണ്ട് പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ച ഒരു സെയിം നമ്പർ ആയിരിക്കും വരിക. നിങ്ങളോട് 21 ഇതിലൊരു ടേം ആണെന്നല്ലേ നേരത്തെ ഞാൻ ചോദിച്ചത്? അപ്പോൾ 21നെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. ഇതിലെ ടേം ആണെങ്കിൽ ഉറപ്പായിട്ട് റിമൈൻഡർ ശിഷ്ടം എന്നുള്ളത് 2 ആയിരിക്കും വരിക. അപ്പോൾ ഇതിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ? 21ൽ 7 ഉണ്ട്, 3 ഉണ്ട് അല്ലേ? 7 3 21. റിമൈൻഡർ ഉണ്ടോ? റിമൈൻഡർ 0 അല്ലേ കിട്ടിയത്? റിമൈൻഡർ 2 ആണ് കിട്ടുന്നതെങ്കിൽ അത് അതിൽ ടേം ആയിരുന്നു. എന്നാൽ ഇവിടെ റിമൈൻഡർ കിട്ടിയത് 0 ആണ്. അപ്പോൾ 21 ഇതിലെ പദമല്ല. 21 ഈസ് നോട്ട് എ ടേം ഓഫ് ദി സീക്വൻസ്. ക്ലിയർ ആയോ? നമുക്കിനി ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനിലേക്ക് പോവാം. കൺസിഡർ ദ അരിത്തമെറ്റിക് സീക്വൻസ് 5 8 11 എക്സെട്ര. 5 8 11 എന്ന സമാന ശ്രേണി പരിഗണിച്ചാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? പൊതുവ്യത്യാസം എന്താണ് അല്ലേ? ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ SSC എക്സാമിനൊക്കെ വന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. 1 മാർക്ക് വെറുതെ കിട്ടില്ലേ? വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? പൊതുവ്യത്യാസം എന്താണ്? എന്താണ് ഇതിൻ്റെ കോമൺ ഡിഫറൻസ്? പൊതുവ്യത്യാസം എന്താ മക്കളെ? ഇതൊക്കെ ഈ 5ക്ക് എത്ര കൂട്ടിയാണ്ടാണ് ഈ 8 എഴുതി വെച്ചത്? 3 ആണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ 3 ആണ്. അടുത്ത, അപ്പോൾ അതുപോലെ തന്നെ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇറ്റ്സ് 10th ആൻഡ് 18th ടേം? 10ാം പദവും 18ാം പദവും തമ്മിലുള്ള ഡിഫറൻസ് എന്താ, വ്യത്യാസം എന്താണെന്നാണ് ചോദിച്ചത് അല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നും ഇത് ചെയ്യാൻ. എങ്ങനെ അറിയോ? അതായത് 10ാമത്തെ പദം കണ്ടുപിടിക്കുക, 10th ടേം കണ്ടെത്തി വയ്ക്കുക അല്ലേ? 10th ടേം 10ാമത്തെ പദം കണ്ടുപിടിക്കുക. നമുക്ക് സീക്വൻസ് അറിയാലോ, 5 8 11 എക്സെട്ര. ഇതാണ് സീക്വൻസ് അല്ലേ? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടെത്തി വെച്ചിട്ടുണ്ട്. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 3 ആണെന്ന് പറഞ്ഞു, അത് എഴുതി വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 10th ടേം 18th ടേമും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ, വ്യത്യാസം എത്രയാന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ തോന്നും 10th ടേം കണ്ടെത്തി വെക്കും അല്ലേ? 10th ടേം കണ്ടെത്തി വെക്കും. അതുപോലെ തന്നെ 18th ടേമും കണ്ടെത്തി വെക്കും. 18th ടേമും കണ്ടെത്തി വെക്കും. അതിനുശേഷം ഇതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് കണ്ടെത്തും. അപ്പോൾ 10th ടേം ഇങ്ങനെ ചെയ്യും, 18th ടേം ഇവിടെയും ചെയ്യും. എന്നിട്ട് അത് രണ്ടും നമ്മൾ ഡിഫറൻസ് എഴുതി വെക്കും. അങ്ങനെയായിരിക്കും ചിലപ്പോൾ ചില ആളുകൾക്ക് ചെയ്യാൻ തോന്നുക. പക്ഷേ അത് ഒരുപാട് സ്റ്റെപ്പ് ഉള്ളതാണ്. വളരെ ഈസി ആയിട്ട് നമുക്കിതിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റും അല്ലേ? എങ്ങനെയാണെന്ന് നോക്കിക്കോ. നമ്മൾ ചോദിച്ചിരിക്കുന്നത് 10th ടേമിൻ്റെയും 18th ടേമിൻ്റെയും ഡിഫറൻസ് ആണ് ചോദിച്ചത് അല്ലേ? അതായത് 18th ടേമിൽ നിന്ന് 18ാമത്തെ പദത്തിൽ നിന്ന് 10th ടേം 10ാം പദം കുറയ്ക്കുമ്പോൾ 8D കിട്ടുക അല്ലേ? 18ാമത്തെ പദത്തിൽ നിന്ന് 10th ടേം മൈനസ് ചെയ്യുമ്പോൾ 10ാമത്തെ പദം കുറയ്ക്കുന്ന സമയത്ത് 8 പ്രാവശ്യമാണ് കോമൺ ഡിഫറൻസ് ഉണ്ടാവുക. 8D ആണ് ഉണ്ടാവുക. ഈ 8D ചെയ്ത ആൻസറായി. ദാറ്റ്സ് ഈക്വൽ ടു 8 ഇൻറ്റു എത്ര? ഇതിൻ്റെ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം എത്രയാണ്? 3 ആണ് അല്ലേ? 8 ഇൻറ്റു 3 ദാറ്റ്സ് ഈക്വൽ ടു 24. 24 8 3 24. ക്ലിയർ അല്ലേ? റെഡി അല്ലേ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഈസ് 100 എ ടേം ഓഫ് ദി സീക്വൻസ് വൈ? 100 ഈ സീക്വൻസിൽ ഒരു ടേം ആണോ എന്നാണ് ചോദിച്ചത്. ഇത് 2 രീതിയിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു അല്ലേ? ഒന്നിതാണ് 100ൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്യുക, 1ാം പദം കുറയ്ക്കുക. എന്നിട്ട് അതിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുക. ഇതിൻ്റെ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇത് ഡിവൈഡ് ചെയ്യാൻ പറ്റുണ്ടോ നോക്കുക. 100 നിന്ന് 5 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 95 എന്ന് കിട്ടും. 95നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. therefore 100 ഈസ് നോട്ട് എ ടേം. അതുകൊണ്ട് 100 ഇതിലൊരു പദമല്ല. മനസ്സിലായോ? ഇതാണ് ഒരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞതാ. അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുക? ഒന്ന് 5 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം 3 ആണ്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു അല്ലേ? 5ൽ 3 1 അല്ലേ? 5ൽ 3 1. അപ്പോൾ 3 ഇതാ റിമൈൻഡർ ശിഷ്ടം 2 ആണ്. നമ്മൾ പറഞ്ഞ അനുസരിച്ച് ഇതിലെ ഓരോ ടേമിനെയും കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ശിഷ്ടം എന്ന് പറയുന്നത് 2 ആയിരിക്കും വരിക. അങ്ങനെയാണെങ്കിൽ 100നെയും
കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള പൊതുവ്യത്യാസമായിട്ടുള്ള 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 കിട്ടണം. കിട്ടുന്നുണ്ടോ നോക്ക്. 100ൽ 3 എത്ര ഉണ്ട്? 33 ഉള്ളത് അല്ലേ? 33 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 99. റിമൈൻഡർ ശിഷ്ടം 1. റിമൈൻഡർ ഈസ് നോട്ട് സെയിം. ഇതിൻ്റെ ശിഷ്ടം തുല്യമല്ല. therefore 100 ഈസ് നോട്ട് എ ടേം. 100 ഒരു പദമല്ല. പറഞ്ഞാൽ മനസ്സിലായോ? ഇങ്ങനെ 2 രീതിയിൽ വേണമെങ്കിലും എഴുതാം. നിങ്ങൾക്ക് ഏതാണ് ഒന്നും കൂടെ സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നതെങ്കിൽ അത് ചൂസ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് എളുപ്പമുള്ളത് മെത്തേഡ് ചൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇനി ഡി ക്വസ്റ്റ്യനും കൂടെ ഉണ്ട് അല്ലേ? വാട്ട് ഈസ് ദ 21st ടേം ഓഫ് ദി സീക്വൻസ്? ഇതിലെ 21ാമത്തെ പദം കണ്ടെത്തുക. 21st ടേം. ഓക്കെ, 21st ടേം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ടേം ഈ ഫസ്റ്റ് ടേം കൂടെ എത്ര ഡി ആഡ് ചെയ്യുമ്പോഴാണ് 21th ടേം കിട്ടുക? ഫസ്റ്റ് ടേം കൂടെ 20 ഡി ആഡ് ചെയ്യുമ്പോഴാണ് 21st ടേം 21ാമത്തെ പദം കിട്ടുക. ഒന്നാമത്തെ പദം 5 പ്ലസ് 20 ഇൻറ്റു കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 3 ആണ് അല്ലേ? ഈക്വൽ ടു 5 പ്ലസ് 20 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 60 ആണ്. 60ക്ക് 5 കൂട്ടുമ്പോൾ 65 കേട്ടോ. അപ്പോൾ ആൻസർ 65, 65. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 5th term of an arithmetic sequence is 28 and its 9th term is 40. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കോമൺ ഡിഫറൻസ് കണ്ടെത്തുക അല്ലേ? ഫൈൻഡ് ഇറ്റ്സ് കോമൺ ഡിഫറൻസ്. നോക്കി, ഒരു സമാന ശ്രേണിയുടെ 5ാം പദം 28, 9ാം പദം 40 ആണ്. കോമൺ ഡിഫറൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പൊതുവ്യത്യാസം കാണുക. അപ്പോൾ 5ാം പദം 5th ടേം. 5ാം പദം 5th ടേം എത്ര? 5th ടേം 28. പിന്നെ അടുത്ത എത്രാമത്തെ ടേമാ? 9th ടേം 40. 9ാമത്തെ പദം 40. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം കണ്ടെത്തുക എന്നുള്ളതാണ് അല്ലേ? 2 ടേംസ് തന്നു കഴിഞ്ഞാൽ, 2 പദങ്ങൾ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം കണ്ടെത്താൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷണൽ ഡിഫറൻസ്. പദവ്യത്യാസം ഡിവൈഡഡ് ബൈ സ്ഥാനവ്യത്യാസം. അതായത് 40ൽ നിന്ന് 28 കുറയ്ക്കുക ബൈ 9ൽ നിന്ന് 5 കുറയ്ക്കുക. 40ൽ നിന്ന് 28 കുറയ്ക്കുക ബൈ 9ൽ നിന്ന് 5 കുറയ്ക്കുക. 40ൽ നിന്ന് 28 കുറയ്ക്കുമ്പോൾ 40ൽ നിന്ന് 28 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 12 അല്ലേ? 12 ബൈ 9ൽ നിന്ന് 5 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 4. അപ്പോൾ 12 ഡിവൈഡഡ് ബൈ 4 എത്രയാ? 3. അപ്പോൾ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, ദെൻ രണ്ടാമത്തെ ചോദ്യം നോക്കിക്കേ. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ഇറ്റ്സ് 13th ടേം ആൻഡ് ഇറ്റ്സ് ഫസ്റ്റ് ടേം. ഇതിലെ ആദ്യ പദവും 13ാമത്തെ പദവും കണ്ടെത്തുക അല്ലേ? അപ്പോൾ 13th ടേം ആദ്യം കണ്ടെത്തുക, 13ാം പദം ആദ്യം കണ്ടുപിടിക്കുക. നോക്കിക്കേ, ഇതിൽ 9th ടേം ഉണ്ട്, 9ാം പദം ഉണ്ട്. 9th ടേം കൂടെ 9ാം പദത്തിൽ കൂടെ എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം കൂട്ടിയാൽ 13ാമത്തെ കിട്ടും? 4D അല്ലേ? ഇങ്ങനെ നോക്കിയാൽ മതി. 9ക്ക് എത്ര കൂട്ടിയാൽ ആ 13 കിട്ടാൻ നോക്കുക? 4. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഡി ഇട്ട് കൊടുത്താൽ മതി, 4D. 9ാമത്തെ പദം 9th ടേം എന്ന് പറയുന്നത് 40 ആണ്, 40 ആണ്. പ്ലസ് 4 ഇൻറ്റു ഇതിൻ്റെ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം എന്നുള്ളത് 3 ആണ്. ഈക്വൽ ടു 40 പ്ലസ് 4 ഇൻറ്റു 3 12 ആണ്. 12 40 കൂട്ടുമ്പോൾ 52 ആണ്, 52. ഓക്കെ, ക്ലിയർ അല്ലേ? ദെൻ അടുത്തത് ഫസ്റ്റ് ടേം. 1ാം പദം കണ്ടെത്താനും കൂടെ ഈ ചോദ്യത്തിൽ പറയുന്നുണ്ട് അല്ലേ? ഫസ്റ്റ് ടേം. ഇവിടെ 5th ടേം ഇവിടെ ഉണ്ട്. 5ാമത്തെ പദത്തിൽ നിന്ന് 5th ടേം എന്ന് എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം മൈനസ് ചെയ്യുമ്പോഴാണ് ഫസ്റ്റ് ടേം കിട്ടുക? 1ാമത്തേത് കിട്ടുക 4D അല്ലേ? 4D അല്ലേ മൈനസ് ചെയ്യേണ്ടത്? 5th ടേം 5ാമത്തെ പദം, 5th ടേം 5ാമത്തെ പദം 28 മൈനസ് 4 ഇൻറ്റു കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം എത്രയാ? 3 ആണ്. ഈക്വൽ ടു 28 മൈനസ് 4 ഇൻറ്റു 3, 4 ഇൻറ്റു 3 എത്രയാ? 12. ഇതെന്ന് 12 കുറയ്ക്കുമ്പോൾ 6 1 16. ഫസ്റ്റ് ടേം 16, 1ാമത്തെ പദം 16. ക്ലിയർ ആയോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ.
ഈസ് 100 എ ഡിഫറൻസ് ഓഫ് എനി ടു ടേംസ് ഓഫ് ദി സീക്വൻസ് വൈ? ഈ ശ്രേണിയിലെ ഏതെങ്കിലും രണ്ട് പദങ്ങളുടെ വ്യത്യാസം 100 ആകുമോ? എന്തുകൊണ്ട്? ഓക്കെ, എന്താണ് ഡിഫറൻസ് ഓഫ് എനി ടു ടേംസ്? ഏതെങ്കിലും രണ്ട് പദങ്ങളുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഏതെങ്കിലും രണ്ട് പദങ്ങളുടെ വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതു വ്യത്യാസത്തിൻ്റെ ഗുണിതമായിരിക്കണം. ചുരുക്കി പറഞ്ഞാൽ ഈ തന്നിരിക്കുന്ന 100നെ പൊതുവ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. എത്രയാണ് കോമൺ ഡിഫറൻസ്? പൊതുവ്യത്യാസം നമുക്ക് കിട്ടിയത് 3 ആണ്. അപ്പോൾ ഡി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ സി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ 100നെ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം 3 ആണ്, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. പറ്റുണ്ടോ? ഇല്ല. അപ്പോൾ ഏതെങ്കിലും രണ്ട് ടേമിൻ്റെ ഡിഫറൻസ്, ഏതെങ്കിലും രണ്ട് പദങ്ങളുടെ വ്യത്യാസം എന്ന് പറയുന്നത് ഏതാകില്ല? 100 ആകില്ല. മനസ്സിലായോ? അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ആൻസറും കഴിഞ്ഞു. അപ്പോൾ സി ക്വസ്റ്റ്യൻ എ ബി സി 3 ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദെൻ അതുപോലത്തെ ഒരു ചോദ്യം തന്നെയാണ്. 20th term of an arithmetic sequence is 10. 10th term is 20. ഒരു സമാന്തര ശ്രേണിയുടെ 20ാം പദം 10 ആണ്, 10ാം പദം 20 ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ് എന്നാ അല്ലേ? അപ്പോൾ അതിൽ പോയിട്ട് നമ്മൾ നോക്കിക്കേ, ഒന്നും കൂടെ പറയാം. 20ാം പദം 10, 20th term 10, 10th term 20 അല്ലേ? ഇതിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടെത്താൻ, പൊതുവ്യത്യാസം കണ്ടെത്താനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിൽ പോയിട്ട് ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്, പദവ്യത്യാസം ഡിവൈഡഡ് ബൈ സ്ഥാനവ്യത്യാസം എഴുതേണ്ട കാര്യമില്ല. എന്തുകൊണ്ടറിയോ? ഇത് നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചോ. ഇതിൻ്റെ കോമൺ ഡിഫറൻസ്, ഇതിൻ്റെ പൊതുവ്യത്യാസം -1 ആണ്. തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇത് 20th 10, 10th 20, അങ്ങനെ തിരിച്ചും മറിച്ചും വരികയാണെങ്കിൽ അതിൻ്റെ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? -1 ആയിരിക്കും. വേറെ എക്സാമ്പിൾ നോക്കിയേ. 100th term 50 ആണ്. അതേപോലെ 50th term 100 ആണ്. ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എത്രയാണ് വരിക? -1 ആണ് വരിക. അല്ലാതെ അതിൽ ഇക്വേഷൻ ഒന്ന് അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചാൽ മതി. ഇങ്ങനെ തിരിച്ചും മറിച്ചും വരികയാണെങ്കിൽ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം -1 ആണ്. ഓക്കെ, ദെൻ അടുത്തത് വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം? ഇതിലെ ഫസ്റ്റ് ടേം, ഒന്നാമത്തെ പദം കണ്ടുപിടിക്കാൻ കേട്ടോ. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ നോക്കിക്കോ. ഫസ്റ്റ് ടേം കണ്ടെത്താൻ അവിടെ 10th ടേം ഉണ്ടല്ലോ. 10th ടേമിൽ എത്ര ഡി മൈനസ് ചെയ്യണം? 9D അല്ലേ, 9D അല്ലേ മൈനസ് ചെയ്യേണ്ടത്? 10th ടേം 20 ആണ്. 20 മൈനസ് 9 ഇൻറ്റു കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം -1 ആണ്, ഈക്വൽ ടു 20 മൈനസ് ഇൻറ്റു ചെയ്യുമ്പോൾ പ്ലസ്സാണ് വരിക അല്ലേ? 9 × 1 എന്ന് പറഞ്ഞാൽ 9, ദാറ്റ്സ് ഈക്വൽ ടു 29. അതുമായി അല്ലേ? ദെൻ വാട്ട് ഈസ് ദ 30th ടേം? സി ക്വസ്റ്റ്യൻ 30th ടേം 30ാം പദം കണ്ടെത്തുക എന്നുള്ളതാണ് അല്ലേ? 30th ടേം കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്കറിയാം അവിടെ 20th ടേം ഉണ്ട്. 20th ടേം കൂടെ എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് 30th ടേം കിട്ടുക? 30ാം പദം കിട്ടുക 10D, 10 × D കേട്ടോ. 10 × D 10D. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു 20th ടേം 20ാം പദം എത്രയാ? 10 പ്ലസ് 10 ഇൻറ്റു കോമൺ ഡിഫറൻസ് -1 ഈക്വൽ ടു 10 പ്ലസ് 10 ഇൻറ്റു -1 എന്ന് പറഞ്ഞാൽ -10 അല്ലേ? അപ്പോൾ ഇത് 10 - 10 എന്ന് വരും. അപ്പോൾ എന്താ കിട്ടുക? 0 കിട്ടുക. അപ്പം ആൻസർ 0. ഇനി ഡി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഫസ്റ്റ് 30 ടേംസ്? ആദ്യത്തെ 30 പദങ്ങളുടെ ഗുണനഫലം എന്താണെന്നുള്ളത് അല്ലേ? ഇത് ആകെ കൺഫ്യൂഷൻ ആയിപ്പോയി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ പ്രൊഡക്റ്റ് കണ്ടെത്താൻ, ഗുണഫലം കണ്ടെത്താൻ പ്രത്യേകിച്ച് ഇക്വേഷൻ ഒന്നും പഠിച്ചതുമില്ല അല്ലേ? അപ്പോൾ ഇത് ചില ആൾക്കാർ ചിലപ്പോൾ ഒന്നാമത്തെ പദം തൊട്ട് ഫസ്റ്റ് ടേം തൊട്ട് ഇങ്ങനെ ഗുണിച്ച് എഴുതി ഉണ്ടാക്കും. ഓക്കെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒന്നാമത്തെ പദം തൊട്ട് 30ാമത്തെ പദം വരെയാണ് വേണ്ടത്. ഇതിൽ 30ാമത്തെ പദം കിട്ടിയത് 0 ആണ്, 0 ആണ് അല്ലേ? 0-നോട് ഏത് നമ്പറും ഗുണിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 0 തന്നെയല്ലടാ കിട്ടുക. അല്ലാതെ അത് ഗുണിച്ച് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം അതിലൊരു നമ്പർ 0 വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊഡക്റ്റ്, അതിൻ്റെ ഗുണനഫലം എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനിയിപ്പോൾ എത്ര നമ്പർ ഉണ്ടായിട്ടും കാര്യമില്ല, ലക്ഷക്കണക്കിന് നമ്പർ ഉണ്ടെങ്കിലും കാര്യമില്ല, അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു നമ്പർ 0 വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊഡക്റ്റ് എന്തായിരിക്കും? അതിൻ്റെ ഗുണനഫലം എന്തായിരിക്കും? 0 ആയിരിക്കും വരിക. മനസ്സിലായോ? അപ്പോൾ ഇതോടുകൂടി ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, നോക്കിയേ. There are 20 terms in an arithmetic sequence. Sum of the first and last term is 67.
Then what is the sum of, first question ആണ്, what is the sum of second and 90th term? ഒരു സമാന്തര ശ്രേണിയിൽ 20 പദങ്ങളുണ്ട്. ആദ്യ പദത്തിൻ്റെയും അവസാന പദത്തിൻ്റെയും തുക 67 ആണ് എങ്കിൽ രണ്ടാമത്തെ പദത്തിൻ്റെയും 19ാമത്തെ പദത്തിൻ്റെയും തുക എത്രയാണ്? അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുകയാണ്. ശരിക്കും ഇങ്ങനെ എഴുതേണ്ട കാര്യമൊന്നുമില്ല, ഇത് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാം കേട്ടോ. ഇവിടെ ശ്രദ്ധിച്ചോ. ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം, ഫിഫ്ത്ത് ടേം, സിക്സ്ത് ടേം. ഓക്കെ, ഇതിൻ്റെ സമ്മ് നമ്മൾ കാണാൻ പറയാന്ന് വെച്ചോ. അപ്പോൾ സമ്മ് കാണണമെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും സമ്മ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും സമ്മ് എന്ന് പറയുന്നത് ഒരു 20 ആണെന്ന് വെച്ചോ. എന്നിട്ട് ഇതിൻ്റെ മൊത്തത്തിലുള്ള സമ്മുകളോട് കണ്ടെത്താൻ പറയുകയാണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതിൽ ഇതേപോലത്തെ എത്ര പെയറുണ്ട് നോക്ക്. ഇതൊരു പെയറാണ്, ഇതാണ് അടുത്ത പെയർ, ഇതാണ് അടുത്ത പെയർ. ഈ ഓരോ പെയറിൻ്റെയും സമ്മ് 20 ആയിരിക്കും വരും. മനസ്സിലായോ? അപ്പോൾ എത്ര പെയറുണ്ട് ഇതിൽ, എത്ര ജോഡി ഉണ്ട് ഇതിൽ? 3 ജോഡി ഉണ്ട്. അപ്പോൾ 3 × 20, 3 × 20 എത്രയാണ്? 60. മനസ്സിലായില്ലേ? ഇതിൽ ഇതേപോലത്തെ നോക്ക്, ഇതേപോലത്തെ 3 പെയറുണ്ട്, 3 ജോഡികളുണ്ട്. അതിൽ ഒന്നിൻ്റെത് 20 ആണെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ സമ്മ് കണ്ടെത്താൻ എത്ര പെയറുണ്ട് നോക്കുക മൊത്തത്തിൽ? 3 × 20 ചെയ്താൽ മതി. മനസ്സിലായോ? ഇതിൽ 6 നമ്പർ ഉണ്ടെങ്കിൽ 3 പെയറുണ്ടാവും. ഓക്കെ, ഇനി അതേപോലെ 8 നമ്പർ ഉണ്ടെങ്കിൽ 4 പെയറുണ്ടാവും. 10 നമ്പർ ഉണ്ടെങ്കിൽ 5 പെയറുണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇത് എഴുതിയത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക. ഫസ്റ്റ് ടേമിൻ്റെയും 6th ടേമിൻ്റെയും സമ്മ് 20 ആണെങ്കിൽ സെക്കൻഡ് ടേമിൻ്റെയും 5th ടേമിൻ്റെയും സമ്മ് 20 അല്ലേ വരുന്നത്? തേർഡ് ടേമിൻ്റെയും 4th ടേമിൻ്റെയും സമ്മ് 20 അല്ലേ വരുന്നത്? അതേ പരിപാടി തന്നെയാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യനിലും. ഫസ്റ്റ് ടേമിൻ്റെയും മൊത്തം 20 ടേം ഉണ്ട്. അതിൽ ഫസ്റ്റ് ടേമിൻ്റെയും ലാസ്റ്റ് ടേമും, ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x1, ലാസ്റ്റ് ടേം അവസാന പദം എന്ന് പറഞ്ഞാൽ 20th ടേം തന്നെയല്ലേ. അതിൻ്റെ സമ്മ് എന്ന് പറയുന്നത് ചോദ്യത്തിൽ തന്നിട്ടുണ്ടല്ലോ, 67, 67 ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, 67 ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കണ്ടെത്തേണ്ടത് എന്താ? വാട്ട് ഈസ് ദ സം ഓഫ് സെക്കൻഡ് ആൻഡ് 90th ടേം? രണ്ടാം പദത്തിൻ്റെയും 19ാം പദത്തിൻ്റെയും തുക കാണുക എന്നുള്ളതാണ്. രണ്ടാം പദത്തിൻ്റെയും 19ാം പദത്തിൻ്റെയും ഒരു സംശയമില്ല മക്കളെ. ഇതിൻ്റെ സമ്മ് 67 ആണെങ്കിൽ ഇതിൻ്റെ സമ്മും 67 ആണ്. ഇതാണോ ചെക്ക് ചെയ്യണമെങ്കിൽ ഇതൊന്ന് ആഡ് ചെയ്ത് നോക്കിയാൽ മതി. 1 × 20 21 2 × 19 21. അപ്പോൾ അതിൻ്റെ സമ്മും സെയിം ആയിരിക്കും, ഓർത്ത് വെച്ചാൽ മതി. ഫസ്റ്റ് ടേമിൻ്റെയും 20th ടേമിൻ്റെയും സമ്മ് 67 ആണെങ്കിൽ സെക്കൻഡ് ടേമിൻ്റെയും 90th ടേമിൻ്റെയും സമ്മ് എത്രയാണ് വരിക? 67 ആയിരിക്കും വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? 10th ടേം ഈസ് 32. വാട്ട് ഈസ് ദ 11th ടേം? 10th ടേം 32 ആണ്. അങ്ങനെയാണെങ്കിൽ 11th ടേം എന്താന്നാ ചോദിച്ചത് അല്ലേ? എടാ, ഇതിൽ 10th ടേമിൻ്റെയും 11th ടേമിൻ്റെയും സമ്മ് 67 തന്നെയല്ലേ വരിക അല്ലേ? കാരണം നോക്ക്, 10 + 11 21. ഇതിൻ്റെ രണ്ടിൻ്റെയും സമ്മ് ഈ പറഞ്ഞ സമ്മ് തന്നെ വരിക, 67 വരിക. അതിൽ 10th ടേം 32 ആ. അപ്പോൾ 11th ടേം കാൽക്കുലേറ്റ് ചെയ്യാന്നെങ്കിൽ 67 ആ 32 മൈനസ് ചെയ്താൽ മതി. 32 കൊണ്ട് മൈനസ് ചെയ്താൽ മതി. 5 3 35. ഓക്കെ, 35 എന്ന് കിട്ടും. ഇതിൻ്റെ രണ്ടിൻ്റെയും ഈ കാണിക്കുന്ന ടേംസിൻ്റെ ഒക്കെ തുക സമ്മ് എന്ന് പറയുന്ന 67 ആണെങ്കിൽ ഇതിൻ്റെ സമ്മും കിട്ടുക 67, ഇതിൻ്റെ തുകയും കിട്ടുക 67. അതിൽ 10th ടേം 10ാമത്തെ പദം 32. അപ്പോൾ 11ാമത്തെ പദം കാണാൻ ഈ 67 32 കുറച്ചാൽ മതി, 35 എന്ന് കിട്ടും. മനസ്സിലായോ? ദെൻ അടുത്തത്, വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദി സീക്വൻസ്? ഇതിൻ്റെ പൊതുവ്യത്യാസം കണ്ടെത്തുക എന്നുള്ളതാണ് അല്ലേ? പൊതുവ്യത്യാസം കണ്ടെത്തുക, കോമൺ ഡിഫറൻസ് കണ്ടെത്തുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എടോ 10th ടേം ഉണ്ട്, 11th ടേം ഉണ്ട്. കോമൺ ഡിഫറൻസ് കണ്ടെത്താൻ ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്, പദവ്യത്യാസം ഡിവൈഡഡ് ബൈ സ്ഥാന വ്യത്യാസം ചെയ്യണോ? ഇത് അടുത്തടുത്തുള്ളതല്ലേ? അങ്ങനെ ഒരുപാട് പേര് ചെയ്ത് കണ്ടിട്ടുണ്ട്. ചെയ്താലും ആൻസർ കിട്ടും, അത് വേറെ കാര്യം. പക്ഷേ ഇത് ചെയ്യണമെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് അടുത്തടുത്തുള്ള 2 ടേംസ് അല്ലേ? അപ്പോൾ അതിൻ്റെ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ 35 32 കുറയ്ക്കുക, 32 കുറയ്ക്കുക 3 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ സി ക്വസ്റ്റ്യനുമായി. ഇനി ഡി ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം? ഒരു പണിയില്ല, ഫസ്റ്റ് ടേം കണ്ടെത്തുക, 1ാം പദം കണ്ടെത്തുക. നമുക്കറിയാലോടാ, 10th ടേം അറിയാലോ. അപ്പോൾ ഫസ്റ്റ് ടേം കണ്ടെത്താൻ 10th ടേമിൽ നിന്ന് 9D അല്ലേ മൈനസ് ചെയ്യേണ്ടത്?
10th ടേം എന്ന് പറയുന്നത് 32. 32 മൈനസ് ചെയ്യണം 9 ഇൻറ്റു കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ 32 മൈനസ് 9 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ എത്രയാ? 27 27. അപ്പോൾ 32 27 കുറയ്ക്കുക അല്ലേ? 5 അല്ലേ കിട്ടുക? 5. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ടേം, ഒന്നാമത്തെ പദം. അപ്പോൾ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഒന്ന് ഇതിൻ്റെ സം എത്രയാണെന്ന് ചോദിച്ചു, പിന്നെ 11th ടേം എത്രയാണെന്ന് ചോദിച്ചു, പിന്നെ കോമൺ ഡിഫറൻസ് ചോദിച്ചു, പൊതു വ്യത്യാസം ചോദിച്ചു, പിന്നെ ഫസ്റ്റ് ടേം ചോദിച്ചു, ഒന്നാമത്തെ പദം ചോദിച്ചു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ സെക്കൻഡ് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 5 ആൻഡ് ദ സം ഓഫ് ദി ഫസ്റ്റ് 6 ടേംസ്. ആദ്യത്തെ 6 പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ 60 ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ സം ഓഫ് ദി സെക്കൻഡ് ആൻഡ് ഫിഫ്ത്ത് ടേം? നേരത്തെ പറഞ്ഞ അതേ പരിപാടിയാണ്. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് എഴുതി നോക്കാം. ഫസ്റ്റ് ടേം ഇതിങ്ങനെ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതുകയാണ്. തേർഡ് ടേം, ഫോർത്ത് ടേം, ഫിഫ്ത്ത് ടേം, സിക്സ്ത് ടേം. ഇതിൻ്റെ സമ്മ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ? എത്രയാണ് ഇതിൻ്റെ സമ്മ് തന്നത്? 60 60. ഇനി ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചോദിച്ചത് എന്താ? ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചോദിച്ചത് വാട്ട് ഈസ് ദ സം ഓഫ് സെക്കൻഡ് ആൻഡ് ഫിഫ്ത്ത് ടേം? സെക്കൻഡ് ടേമിൻ്റെയും ഫിഫ്ത്ത് ടേമിൻ്റെയും സം എന്താണ് നോക്കിക്കേടാ. ഇതിൻ്റെ സമ്മും ഇതിൻ്റെ സമ്മും, ഇതിൻ്റെ സമ്മും ഇതിൻ്റെ സമ്മും, ഇതിൻ്റെ സമ്മും ഇതിൻ്റെ സമ്മും സെയിം ആയിരിക്കൂലേ? അതെത്രയാ? ഇതിൽ മൊത്തം എത്ര പേരുണ്ട്? 1 2 3 പേരല്ലേ ഉള്ളത്. ആൻസർ കിട്ടിയത് 60 ആണ്. അപ്പോൾ 60നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. എന്നാൽ ഓരോ പേരിലും എത്ര ഉണ്ടാവും എന്ന് കിട്ടും. എന്താ 60/3 എന്ന് പറഞ്ഞാൽ 20 ആണ് അല്ലേ? അപ്പോൾ സെക്കൻഡ് ടേമും ഫിഫ്ത്ത് ടേമും ആഡ് ചെയ്താൽ എത്രയാണ് കിട്ടുക? 20 ആണ് കിട്ടുക. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇതിങ്ങനെ എഴുതണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ ഇപ്പോൾ അത് മനസ്സിൽ ചെയ്താലും മതി. 60/3 20 ആക്കിയിട്ട് എഴുതിയാൽ മതി. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സംഭവം എഴുതി വെച്ചത് കേട്ടോ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ഇറ്റ്സ് ഫിഫ്ത്ത് ടേം? ഇതിൻ്റെ ഫിഫ്ത്ത് ടേം എത്രയാണെന്നുള്ളത്. ഈ ഫിഫ്ത്ത് ടേം കണ്ടെത്താൻ അഞ്ചാമത്തെ പദം കണ്ടെത്താൻ എടാ രണ്ടാമത്തെ അവിടെ തന്നിട്ടുണ്ട്. സെക്കൻഡ് ടേം മുകളിൽ തന്നിട്ടുണ്ട് 5 ആണ്. ഇത് 5 ആണ്. ഓക്കെ, അപ്പോൾ ഫിഫ്ത്ത് ടേം കണ്ടെത്താൻ അതിൻ്റെ സമ്മ് കിട്ടിയത് 20 അല്ലേ? അപ്പോൾ 20 5 മൈനസ് ചെയ്യുക 15. അതുമായി. ഇനി സി ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 9 ടേംസ് ഓഫ് ദി സീക്വൻസ്? ഇതിലെ ആദ്യത്തെ 9 പദങ്ങളുടെ തുക കാണുക. തുക കണ്ടെത്താൻ, സമ്മ് കണ്ടെത്താൻ തേർഡ് ചാപ്റ്ററിൽ നമ്മൾ ഒരുപാട് ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു ഇക്വേഷൻ കിടക്കുന്ന ഫസ്റ്റ് ചാപ്റ്ററിലാണ്. അത് മിഡ് പോയിന്റ് വെച്ചിട്ടാണ്, മധ്യബിന്ദു വെച്ചിട്ടാണ് അല്ലേ? മിഡ് വാല്യൂ വെച്ചിട്ടാണ്, മധ്യ വില വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. എങ്ങനെയാണ് ചെയ്യുന്നത്? അതിൽ സമ്മ് കണ്ടെത്താൻ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താ? തുക കണ്ടെത്താൻ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താ? മിഡിൽ ടേം ഇൻറ്റു മധ്യപദം ഇൻറ്റു പദങ്ങളുടെ എണ്ണം. മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേം, മധ്യപദം ഇൻറ്റു പദങ്ങളുടെ എണ്ണം. അപ്പോൾ ഇതിൽ 9 ടേമിൻ്റെ സമ്മ ചോദിച്ചത്. 9 ടേം നിരത്തി കൊണ്ട് എഴുതിയാൽ അതിൻ്റെ മിഡിൽ ടേം, മധ്യപദം എന്ന് പറഞ്ഞാൽ ഫിഫ്ത്ത് ടേമാ. ആ ഫിഫ്ത്ത് ടേമിൻ്റെ നമ്പർ ഓഫ് ടേം എന്ന് പറഞ്ഞാൽ 9 അല്ലേ? 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഫിഫ്ത്ത് ടേം നമ്മൾ കണ്ടെത്തി വെച്ചു 15 ആണ്. ആ 15നെ 9 കൊണ്ട് ഗുണിച്ചാൽ ആൻസർ ആയിട്ടോ. ഇക്വേഷൻ മറക്കരുത്. മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേം, മധ്യപദം ഇൻറ്റു പദങ്ങളുടെ എണ്ണം ഓർത്ത് വെക്കുക. അപ്പോൾ 15 ഇൻറ്റു 9 അല്ലേ? അപ്പോൾ 45 5 4 9 9 4 13. ആൻസർ ഈസ് 135, 135. ഓക്കെ, ഇക്വേഷൻ മറക്കരുത് കേട്ടോ. മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേം, മധ്യപദം ഇൻറ്റു പദങ്ങളുടെ എണ്ണം. സോ ആ ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. സം ഓഫ് ഫസ്റ്റ് 9 ടേംസ്. ആദ്യത്തെ 9 പദങ്ങളുടെ തുക എത്രയാ? 270 ആണ്, 270 ആണ്. ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ഇസ് ഫിഫ്ത്ത് ടേം? അഞ്ചാം പദം എത്രയാണെന്നാണ് ചോദിച്ചത് അല്ലേ? 9 പദങ്ങളുടെ തുക. സം ഓഫ് ഫസ്റ്റ് 9 ടേംസ് എത്രയാ? 270. ഇങ്ങോട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചോദിച്ചത് ഫിഫ്ത്ത് ടേമാ, അഞ്ചാമത്തെ പദം.
എടോ ഈ 9 പദത്തിൻ്റെ മിഡിൽ ടേം അല്ലേ, മധ്യപദമല്ലേ അഞ്ചാമത്തെ പദം. അപ്പോൾ നിങ്ങൾ മിഡിൽ ടേം കണ്ടെത്താൻ, മധ്യപദം കണ്ടെത്താൻ വേണ്ടി ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. സം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ, തുക ഡിവൈഡഡ് ബൈ എണ്ണം. ഇവിടെ സം എന്ന് പറയുന്നത് 270 എത്ര ടേമിൻ്റെ സമ്മ, എത്ര പദങ്ങളുടെ തുകയാ, 9 എണ്ണത്തിൻ്റെ. അപ്പോൾ 270/9, ആൻസർ 30 എന്ന് കിട്ടി. അതും കഴിഞ്ഞു, ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടി കേട്ടോ. സം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ, തുക ബൈ പദങ്ങളുടെ എണ്ണം 30 എന്ന് കിട്ടി. ഇനി രണ്ടാമത്തെ ചോദ്യം. എന്താ രണ്ടാമത്തെ ചോദ്യം? വാട്ട് ഈസ് ദ സം ഓഫ് ഇറ്റ്സ് 4th and 5th ടേം, സോറി 6th ടേം. 4ാമത്തെയും 6ാമത്തെയും പദത്തിന്റെ തുക എത്രയാണ്? 4ാമത്തെയും 6ാമത്തെയും പദത്തിന്റെ തുക എത്രയാണെന്നാണ് ചോദിച്ചത്. അതിന്റെ സം എത്രയാണെന്നാണ് ചോദിച്ചത്. എടാ ഇതിന്റെ രണ്ടിന്റെയും മിഡിൽ ടേം അല്ലേ ഈ 5ാമത്തത് എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും സം എന്ന് പറഞ്ഞാൽ നടുത്തന്റെ ഡബിൾ ആവൂലേ? നടുത്തന്റെ ഇരട്ടി ആവൂലേ? മിഡിൽ ടേമിന്റെ ഡബിൾ ആവൂലേ? എടാ ഒരു മിഡിൽ ടേം മധ്യപദം, അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള 2 ടേം, അതിൻ്റെ സം എന്ന് പറഞ്ഞത് നടുവിലുള്ളതിൻ്റെ ഡബിൾ ആയിരിക്കും, ഇരട്ടി ആയിരിക്കും. നടുവിലുള്ളത് 30 30ന്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 60. കേട്ടല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് ദ കോമൺ ഡിഫറൻസ് ഈസ് 3, റൈറ്റ് ദി സീക്വൻസ്. കോമൺ ഡിഫറൻസ് 3 ആണ്. കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം 3 ആണ്. ആ സീക്വൻസ് അത് എഴുതാനാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ നോക്ക്, 5ാമത്തത് ഇവിടെ ഉണ്ട്, 5ാമത്തത് 30 ഇനി 4ാമത്തത് എഴുതണം, 3ാമത്തത് എഴുതണം, 2ാമത്തത് എഴുതണം, 1ാമത്തത് എഴുതണം. വേണ്ടേ? അപ്പോൾ ഇത് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചോണ്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നോക്കിൽ ഇത് ഫുള്ള് എഴുതൂല, ഇങ്ങോട്ട് ഇങ്ങനെ വരുമ്പോൾ ഫുള്ളായിട്ട് എഴുതൂല. അല്ലെങ്കിൽ ചിലപ്പോൾ ചിലത് ഫസ്റ്റ് ടേം കഴിഞ്ഞ് മുന്നോട്ട് പോകും. ഫസ്റ്റ് ടേം കഴിഞ്ഞാൽ പിന്നെ ടേം ഉണ്ടോ, വേറെ പദങ്ങളുണ്ടോ? ഇല്ല. അപ്പോൾ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം 3 ആണ്. ഇവിടെ 30 ആണ്. 30 3 കുറയ്ക്കുക. 30 3 കുറയ്ക്കുമ്പോൾ എത്രയാ? 27. 27 3 കുറയ്ക്കുക, 24. 24 3 കുറയ്ക്കുക, 21. 21 3 കുറയ്ക്കുക, 18 അല്ലേ? 18. അപ്പോൾ 18, 21, 27, 27, 30. ഇതാണ് ആ സീക്വൻസ് കേട്ടോ, ആ സമാന്തര ശ്രേണി ഇതാണ്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ചോദ്യം കഴിഞ്ഞു. ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്ക്. ദ സം ഓഫ് ദി ഫസ്റ്റ് 5 ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 40. ആദ്യത്തെ 5 പദങ്ങളുടെ തുക, സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് ഈസ് 40. പിന്നെ തന്ന എന്താ? സം ഓഫ് ദി ഫസ്റ്റ് 13 ടേംസ്, അടുത്ത 13 പദങ്ങളുടെ തുക അല്ലേ? സം ഓഫ് ദി ഫസ്റ്റ് 13 ടേംസ്, ആദ്യത്തെ 13 പദങ്ങളുടെ തുക. 13 പദങ്ങളുടെ തുക എത്ര? 13 പദങ്ങളുടെ തുക 260 ആണ് അല്ലേ? 260. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഓക്കെ, വാട്ട് ഈസ് ദ തേർഡ് ടേം ഓഫ് ദി സീക്വൻസ്? തേർഡ് ടേം കണ്ടെത്തും. എടാ തേർഡ് ടേം എന്ന് പറഞ്ഞാൽ 5th ടേമിൻ്റെ 5 ടേം നിരത്തി എഴുതിയാൽ അതിൻ്റെ മിഡിൽ ടേം അല്ലേ തേർഡ് ടേം എന്ന് പറയുന്നത്. അപ്പോൾ തേർഡ് ടേം കണ്ടെത്താൻ സം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ചെയ്താൽ പോരെ? 8 അല്ലേ കിട്ടുക തേർഡ് ടേം. ഇനി അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ, 7th ടേം കണ്ടെത്താനാ. 7th ടേം എന്ന് പറഞ്ഞാൽ 13 ടേംസിൻ്റെ മിഡിൽ ടേം അല്ലേ? അതാണോന്ന് എങ്ങനെ ചെക്ക് ചെയ്യുക? ഇങ്ങനെ നോക്കിയാൽ മതി. 13ക്ക് 1 കൂട്ടുക, എത്രയാ? 14. 14ന്റെ പകുതി എത്രയാ? 7. മനസ്സിലായോ? അപ്പോൾ ആ 7ാമത്തെ പദം കണ്ടുപിടിക്കാൻ സം 260, തുക 260 ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ 13 ഡിവൈഡ് ചെയ്യുമ്പോൾ 20 എന്ന് കിട്ടും, 20 എന്ന് കിട്ടും. ഇനി സി ക്വസ്റ്റ്യൻ എന്താ? റൈറ്റ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദി സീക്വൻസ്. ഇതിൽ ആദ്യത്തെ 3 ടേം എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ അതിന് നമുക്ക് കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം ഒന്ന് കണ്ടെത്തി വെക്കാം. എങ്ങനെ കണ്ടെത്തി വെക്കാം? ഇവിടെ ഇത് 20, ഇത് 8. അപ്പോൾ 20 - 8 അല്ലെ? ടേം ഡിഫറൻസ് പദവ്യത്യാസം ഡിവൈഡഡ് ബൈ സ്ഥാനവ്യത്യാസം 7 - 3 പൊസിഷൻ ഡിഫറൻസ് 7 - 3. 20 8 കുറയ്ക്കുമ്പോൾ 12, 7 3 കുറയ്ക്കുമ്പോൾ 4, 12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3. അപ്പോൾ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം 3 നീട്ടി. ഇനി സീക്വൻസ് എഴുതണം അല്ലേ? തേർഡ് ടേം 8 ആണ്. അപ്പോൾ സെക്കൻഡ് ടേം എന്താ? 8 നിന്ന് 3 മൈനസ് ചെയ്യുക, 5. അപ്പോൾ ഫസ്റ്റ് ടേം എന്താ? 5 നിന്ന് 3 മൈനസ് ചെയ്യുക, 2 അല്ലേ? അപ്പോൾ 2, 5, 8 എക്സെട്ര അല്ലേ? ഓക്കെ, 3 ടേംസാണ് ചോദിച്ചത്, അതുകൊണ്ട് 3 ടേംസിൽ നിർത്തിയത്. ഞാൻ അതിനേക്കാൾ കൂടുതൽ എഴുതി വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ.
ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. The ninth term of an arithmetic sequence is 25. What is the sum of the terms from 5th to 13th term? What is the sum of the terms from the 5th term to 30th term? 5 മുതൽ 13 വരെയുള്ള ടേംസിൻ്റെ സം എന്താണെന്നാണ് ചോദിച്ചത് അല്ലേ. അപ്പം നമുക്കതൊന്ന് എഴുതി നോക്കാം. 5 തൊട്ടാണ് അല്ലേ. അപ്പം 5 അഞ്ചാമത്തെ ടേം പ്ലസ് 6ാമത്തെ ടേം അല്ലേ. 5 തൊട്ടല്ലേ. 5 തൊട്ട് എത്ര വരിക? 13 വരെ. ഇതൊന്ന് എഴുതി നോക്കുക കേട്ടോ. അങ്ങനെ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. 7 8 9 10 പിന്നെ 11 12 13 ഇത്രയും ടേമിൻ്റെ സമ്മാണ്, ഇത്രയും പദങ്ങളുടെ തുകയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പം ഇതിൽ ഈ 9th ടേം മാത്രമാണ് തന്നത് അല്ലേ. 9th ടേം 9ാമത്തെ പദം മാത്രമാണ് തന്നത്. അത് എത്രയാ തന്നത്? 25 25. ഇത് മാത്രം തന്നിട്ടുണ്ട് 25 അല്ലേ. ബാക്കിയുള്ളതിൻ്റെ സമ്മാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഓക്കെ, നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാം. ഇതിൽ 8ാമത്തതും 10ാമത്തതും കൂട്ടുമ്പോൾ എത്രയാണ് കിട്ടുക? 8ാമത്തെയും 10ാമത്തെയും കൂട്ടുമ്പോൾ എത്രയാണ് കിട്ടുക? നടുവിലുള്ളതിൻ്റെ ഡബിൾ അല്ലേ കിട്ടുക. നടുവിലുള്ള 25ആണ്. 25ൻ്റെ ഡബിൾ എത്രയാണ്? 50 അല്ലേ. നേരത്തെ പറഞ്ഞിട്ടേ ഉള്ളൂ. അതേപോലെ 7ാമത്തതും 11ാമത്തതും കൂട്ടുമ്പോഴും എത്രയാണ് കിട്ടുക? ഇതേ 50 തന്നെ. നടുവിൽ തന്നെയല്ലേ, അതിൻ്റെ ഡബിളാണ് കിട്ടുക. അപ്പം 50. ഇത് രണ്ടും കൂട്ടുമ്പോഴും എത്രയാണ് കിട്ടുക? 50. ഇത് രണ്ടും കൂട്ടുമ്പോഴും എത്രയാണ് കിട്ടുക? 50. മനസ്സിലായോ? ഇതൊക്കെ ചെയ്യുമ്പോൾ 50 കിട്ടുക. അപ്പോൾ ഇതിൻ്റെ ഈ 5 തൊട്ട് 13 വരെയുള്ള ടേംസിൻ്റെ സമ്മ് കണ്ടെത്തുമ്പോൾ നമുക്ക് നോക്കിയേ ഇതിൽ എത്ര 50കൾ ഉണ്ട് നോക്ക്. അപ്പോൾ അതിൻ്റെ സമ്മ്, അതിൻ്റെ തുക കണ്ടെത്തണമെങ്കിൽ അതിൻ്റെ സമ്മ്, അതിൻ്റെ തുക കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആട്ടോ. സമ്മ് തുക കണ്ടെത്തണമെങ്കിൽ 50 ഇവിടെ എത്ര ഉണ്ട്? 1 2 3 4 4 50 ഉണ്ട് അല്ലേ. അപ്പം 4 × 50 4 50കൾ വരുന്നുണ്ട്. പ്ലസ് ഈ 50ൽ പെടാത്തൊരു സാധനം അതിൻ്റെ നടുവിലുണ്ട്. ഏതാ? 25. ആ 25ഉം കൂടെ വരും. മനസ്സിലായോ? അപ്പോൾ ഇത് ചെയ്യുമ്പോൾ 4 × 50 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 200 200 + 25 എന്ന് പറഞ്ഞാൽ 225 അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസറായി. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ? ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 17 ടേംസ് ഓഫ് ദി സീക്വൻസ്. ഈ ശ്രേണിയിലെ ആദ്യത്തെ 17 പദങ്ങളുടെ തുക കണ്ടെത്തുക. 17 പദങ്ങളുടെ തുക കണ്ടെത്തുക. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 17 ടേംസ്. എടോ അതിൽ 9th ടേം 9ാമത്തെ പദം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ. നമുക്കറിയാം ഇതിൻ്റെ മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേം, പദങ്ങൾ മധ്യപദം ഇൻറ്റു പദങ്ങളുടെ എണ്ണം. ഈ 17ൻ്റെ മിഡിൽ ടേം അല്ലേ 9th ടേം. ഇങ്ങനെ നോക്കി നോക്ക്. 17ക്ക് 1 കൂട്ട് 18. 18ൻ്റെ പകുതി എത്രയാണ്? 9. അപ്പോൾ അതിൻ്റെ മിഡിൽ ടേം ആണ് 9th ടേം, 9ാമത്തെ പദം, ഇൻറ്റു പദങ്ങളുടെ എണ്ണം. 17ത്തിൻ്റെ സമ്മല്ലേ ചോദിച്ചത്, 17ത്തിൻ്റെ തുകയല്ലേ ചോദിച്ചത്. അപ്പോൾ ഇൻറ്റു 17. അപ്പോൾ 9th ടേം എന്ന് പറഞ്ഞാൽ 25 ആണ്. ആ 25നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 17 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 25 × 17 35 5 3 14 17. ഓക്കെ, 5 2 അപ്പോൾ 5 12 2 1 3 4 425. ആൻസർ 425. ഓക്കെ ആണോ? അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഈ പ്രാവശ്യം നമ്മുടെ ഈ ചാപ്റ്ററിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചോദ്യങ്ങൾ അത്യാവശ്യം വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. First term of an arithmetic sequence is 5 and the sum of the first 6 terms is 105. ഓക്കെ, ഒരു സമാന ശ്രേണിയുടെ 1ാം പദം 5 ആണ്. ആദ്യത്തെ 6 പദങ്ങളുടെ തുക 105 ആയാൽ ആദ്യ പദത്തിൻ്റെയും 6ാമത്തെ പദത്തിൻ്റെയും തുക എത്രയാണ്? വീണ്ടും നമ്മൾ അതുപോലത്തെ ചോദ്യത്തിലേക്ക് കടന്നു. ഓക്കെ, ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? ആദ്യത്തെ 6 ടേമിൻ്റെ സമ്മാണ് 105 അല്ലേ. അപ്പോൾ ആദ്യത്തെ 6 ടേം എന്ന് പറഞ്ഞാൽ x1 x2 x3 x4 x5 x6 അല്ലേ. ആദ്യത്തെ 6 ടേമിൻ്റെ സമ്മ് എത്ര മക്കളെ തന്നത്? 105 105 ആണ്.
105. ഇനി വാട്ട് ഈസ് ദ സം ഓഫ് ദി ഫസ്റ്റ് ടേം ആൻഡ് സിക്സ്ത് ടേം? ഫസ്റ്റ് ടേമിൻ്റെയും സിക്സ്ത് ടേമിൻ്റെയും സമ്മ് തന്നെ ആവൂലടാ സെക്കൻഡ് ടേമിൻ്റെയും ഫിഫ്ത്ത് ടേമിൻ്റെയും സമ്മ് അത് തന്നെ ആവൂലേ തേർഡ് ടേമിൻ്റെയും ഫോർത്ത് ടേമിൻ്റെയും സമ്മ്? അപ്പോൾ ഫസ്റ്റ് ടേമിൻ്റെയും സിക്സ്ത് ടേമിൻ്റെയും സമ്മ് കണ്ടുപിടിക്കാൻ നേരത്തെ നമ്മൾ പറഞ്ഞതാ ഇതിവിടെ ഇതുപോലത്തെ എത്ര പെയറുണ്ട്? 3 പെയറുണ്ട്. അപ്പോൾ 105 ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ മതി. 105നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 3 3 9 1 5 15 3 5 35. ഓക്കെ ആണോ? അപ്പോൾ ഫസ്റ്റ് ടേമിൻ്റെയും സിക്സ്ത് ടേമിൻ്റെയും സമ്മ് എത്രയാ? 35. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ സം ഓഫ് തേർഡ് ടേം ആൻഡ് ഫോർത്ത് ടേം? തേർഡ് ടേമിൻ്റെയും ഫോർത്ത് ടേമിൻ്റെയും സമ്മ് അത് ഇനി പ്രത്യേകം ചോദിക്കണോ? തേർഡ് ടേമിൻ്റെയും ഫോർത്ത് ടേമിൻ്റെയും സമ്മ് ഈസ് ഓൾസോ 35. മൂന്നാം പദത്തിൻ്റെയും നാലാം പദത്തിൻ്റെയും തുക 35 ആണ്. തുക 35 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ്. ഇതിൻ്റെ പൊതുവ്യത്യാസം എത്രയാന്നുള്ളത് കണ്ടെത്തുക. ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ്. ഓക്കെ, നോക്കിക്കോ. മൂന്നാം പദത്തിൻ്റെയും നാലാം പദത്തിൻ്റെയും തുക എന്ന് പറയുന്നത് എത്രയാ? 35 ആണ്. അതുപോലെ ഒന്നാം പദത്തിൻ്റെയും ആറാം പദത്തിൻ്റെയും തുക എന്ന് പറയുന്നത് 35 ആണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു കാര്യം കൂടെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 5 ആണ് അല്ലേ? ഇതിൽ ഫസ്റ്റ് ടേം വരുന്ന ഏതാ? ഇതാണ് അല്ലേ? ഇപ്പം ഈ ഫസ്റ്റ് ടേം 5 അങ്ങനെയാണെങ്കിൽ സിക്സ്ത് ടേം നമുക്ക് കണ്ടെത്തി നോക്കാം അല്ലേ? എങ്ങനെ സിക്സ്ത് ടേം കണ്ടെത്തുക? സിക്സ്ത് ടേം കണ്ടെത്താൻ വേണ്ടിയിട്ട് സമ്മ് 35 അല്ല പറഞ്ഞത്? ആ 35ൽ നിന്ന് ഈ ഫസ്റ്റ് ടേം മൈനസ് ചെയ്താൽ മതി. 5 മൈനസ് ചെയ്താൽ മതി. 30 അല്ലേ കിട്ടുക? അപ്പോൾ ഫസ്റ്റ് ടേം 5 ആണ്. സിക്സ്ത് ടേം എന്ന് പറയുന്നത് 30 ആണ്. ഇനി ഇതൊന്ന് കോമൺ ഡിഫറൻസ് കണ്ടെത്തിക്കൂടെ? എങ്ങനെയാ? 30 മൈനസ് 5 ഡിവൈഡഡ് ബൈ 6 മൈനസ് 1. 30 മൈനസ് 5 25. 6 മൈനസ് 1 5. അപ്പോൾ ആൻസർ 5 അല്ലേ കിട്ടുക അല്ലേ? കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 5 ആണ്. ദെൻ റൈറ്റ് ദ സീക്വൻസ്. ഈ ശ്രേണി എഴുതാനാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ ഡി ഫസ്റ്റ് ടേം എത്ര കിട്ടിയത്? ഒന്നാമത്തെ പദം കിട്ടിയത് എത്രയാ? 5 ആണ്. കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം കിട്ടിയത് എത്രയാ? 5 ആണ് അല്ലേ? അപ്പോൾ 5 കൂട്ടി എഴുതുക. 10 15 എക്സെട്ര. 5 10 15 എക്സെട്ര. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള അരിതമെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട ഓരോ ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ചോദ്യത്തിലൂടെ നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങൾ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകം ഇതുപോലത്തെ ചോദ്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് നോക്കുക. ആൻസർ കിട്ടുന്നുണ്ടോ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.